നമസ്കാരം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഇന്നലകൾ പറഞ്ഞു തീർക്കുക അത്ര എളുപ്പമല്ല. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന തമിഴക രാഷ്ട്രീയം ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ്. പെരിയാറിൽ തുടങ്ങി ജയലളിത വരെ തമിഴ് രാഷ്ട്രീയത്തിലെ കുലപതികളെക്കുറിച്ചും അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ദിവസം ദ ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. രാഷ്ട്രീയത്തിലും സിനിമയിലും തിളങ്ങിയ വിജയകാന്ത്, കരുത്തുറ്റ കഥാപാത്രങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ച കമൽ ഹസൻ, തമിഴകത്തിൻ്റെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, മലയാളികൾക്ക് കൂടി പ്രിയങ്കരരായ നെപ്പോളിയനും കുച്ബു, ഇളയ ദളപതി വിജയ്. അങ്ങനെ നീളുന്നു ആ പട്ടിക. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റൈറ്റ്. ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ ആർ കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, സ്വാഗതം. ഇന്നലെ നമ്മൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ആണ് പറഞ്ഞു തുടങ്ങിയത്. അത് ഒരുപക്ഷെ ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. എങ്കിൽ പോലും നമ്മൾ ജയലളിത വരെ ഉള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിലെ കുലപതികളെക്കുറിച്ചാണ് സംസാരിച്ച് അവസാനിപ്പിച്ചത്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഒരു മണിക്കൂറും തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ച്, സിനിമയും തമിഴ് രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്നറിയാം. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ ജീവിതം, സിനിമാ ജീവിതം, ഇത് നമുക്ക് പ്രേക്ഷകരുമായി വീണ്ടും പങ്കുവെക്കേണ്ടി വരികയല്ലേ? അഭിലാഷ്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ ചാനലിന്റെ എപ്പിസോഡ് വരുമ്പോൾ ഇതിന്റെ ഒരു അതേ വിഷയത്തിൽ തന്നെ ഒരു തുടർച്ച വേണമെന്ന് ആദ്യം നമ്മുടെ ഡെസ്കിൽ ഇന്നലെ പ്രജിലയാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് മറ്റ് പ്രേക്ഷകരും ഒക്കെ ഇന്നലെ സാധാരണഗതിയിൽ രാഷ്ട്രീയത്തെക്കാൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയും കൂടെ ചേർത്താണ് തമിഴ് രാഷ്ട്രീയത്തിന് കഥ പറയുന്നത്, അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. സിനിമയുമായി അഭേദ്യമായ ബന്ധം ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കിയാലും അതിലൊക്കെ ഏറെ ഏറ്റവും കൂടുതൽ സിനിമയും രാഷ്ട്രീയത്തെയും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വളരെ മുമ്പ് തന്നെ ഈ സിനിമയിൽ തുടങ്ങിയ DMK രാഷ്ട്രീയം, മറ്റെല്ലായിടത്തും കോൺഗ്രസ് ഒക്കെ വലിയ പാർട്ടിയായി നിൽക്കുമ്പോൾ തന്നെ ഏകദേശം നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് അവിടെ. ദ്രാവിഡ പാർട്ടികൾക്ക് അങ്ങനെ ശക്തമായ രീതിയിലേക്ക് അധികാരത്തിലേക്കൊക്കെ ദ്രാവിഡ പാർട്ടികൾക്ക് എത്താനൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ കഥയ്ക്ക് കൂടുതൽ താല്പര്യം പ്രേക്ഷകർക്ക് കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ ബാക്കി കഥകൾ കൂടി ഇന്നലെ ജയലളിതയിലാണ് അവസാനിപ്പിച്ചെങ്കിൽ ജയലളിതയിൽ അവസാനിക്കുന്നതല്ല തമിഴ് രാഷ്ട്രീയം. അതിനുശേഷവും തമിഴ് സിനിമയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഏറ്റവും അവസാനത്തിൽ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ? കഴിഞ്ഞ ഏറ്റവും അവസാനം ഇറങ്ങിയ വിജയുടെ ലിയോ സിനിമയിലെ പാട്ട് പോലും അത് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സൂചനയാണ് എന്ന മട്ടിൽ ചോദ്യം വരുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി, അദ്ദേഹം ഒരു വിശാലമായ ഒരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് നൽകുന്നു. മണിക്കൂറുകളോളം സൂപ്പർ താരം നിന്ന് ഓരോരുത്തർക്കായി സമ്മാനം നൽകുന്നു. അവിടെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം, അങ്ങനെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അജിത്ത് ആയാൽ പോലും വിജയ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയത് സൈക്കിളിൽ ആയിരുന്നു. അങ്ങനെ വിജയുടെ രാഷ്ട്രീയത്തിൽ നേരത്തെ മെഴ്സൽ സിനിമ ഇറങ്ങിയ സമയത്ത് GSTക്കെതിരായ പരാമർശങ്ങൾ, അങ്ങനെ ഇപ്പോഴേറ്റവും ശക്തമായി നിൽക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അഭ്യൂഹം എന്ന് പറയുന്നത് വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരുമോ, അതോ വിജയ്ക്ക് സ്റ്റാലിനുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്, DMKയിൽ ചേരുമോ, അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമാകുമോ ഒക്കെ, അങ്ങനെ ഒരുപാട് സാധനമാണ്. എന്തായാലും വിജയെ നമുക്ക് പ്രത്യേകമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ആദ്യം ഈ തമിഴ് രാഷ്ട്രീയത്തിന്റെ ഇന്നലെയും ഒരു ചരിത്രം പറയണമെന്ന് വെച്ചാൽ അവസാന നിമിഷം നമുക്ക് കഴിയാതെ പോയതാണ്. തമിഴ് രാഷ്ട്രീയത്തിന്റെ ഒരു സിനിമയുടെയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടി പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇലക്ഷൻ ചാനൽ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ എപ്പിസോഡ് എന്നത് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴക രാഷ്ട്രീയത്തിലെ കുലപതികളെ കുറിച്ച് സംസാരിച്ചു വെച്ചതാണ്. എങ്കിൽ പോലും തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോഴും എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയെന്നത് സംബന്ധിച്ച് തുടർച്ചയിലേക്ക് തന്നെയാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച ചിത്രം ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അത് DMKയിൽ ആരംഭിക്കുന്നു. 1949 രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അതേ DMK തന്നെയാണ്. AADMK എന്നത്
ജയലളിതയുടെ പ്രവർത്തനങ്ങളിലൂടെ തമിഴ്നാടിൻ്റെ അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ മുഴുവൻ അമ്മ എന്ന പേരിൽ അറിയപ്പെട്ട ജയലളിത, അതാണ് വർത്തമാന കാലഘട്ടത്തിൽ മലയാളികൾക്ക് സുപരിചിതമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖം. അതോടൊപ്പം തന്നെയാണ് MDMK, DMDK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. കിരൺ, അഭിലാഷ്, നമ്മളെടുത്തത് തമിഴ്നാട്ടിലെ പ്രധാന ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളാണ്. ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളല്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലീഗ് അടക്കമുള്ള പല പ്രധാനപ്പെട്ട പാർട്ടികളും അവിടെ ഉണ്ട്. പല കാലത്തും ശക്തമായിരുന്നതും അശക്തമായിട്ട് ദുർബലമായ പാർട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാടിന് എപ്പോഴും ഒരു ആ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന 4 പ്രധാന പാർട്ടികൾ, നിരവധി പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് പല കാലങ്ങളിലായി. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തുടങ്ങിയാൽ അത് 1917 ജസ്റ്റിസ് പാർട്ടിയുടെ ആദ്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി മദ്രാസ് പ്രസിഡൻസിയിലാണ് ബ്രിട്ടീഷ് റൂളിന്റെ കാലത്ത് ഈ ജസ്റ്റിസ് പാർട്ടി രൂപം കൊള്ളുന്നത്. സി നടേശ മുതലിയാരും TM നായരും P ത്യാഗരാജ ചെട്ടിയും അലമേലു മങ്കൈ തയ്യാറമ്മാളും എല്ലാം ചേർന്ന് രൂപീകരിച്ച ജസ്റ്റിസ് പാർട്ടി. ഇതാണ് ഈ തമിഴ് ദ്രാവിഡ പാർട്ടികളുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശരിയായ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് പാർട്ടി മുതൽ തുടങ്ങുന്നതാണ്. അതിനുശേഷം പിന്നീട് അത് പ്രധാനമായും ഉണ്ടായി ബ്രാഹ്മൺ നോൺ ബ്രാഹ്മൺ സംഘർഷം തന്നെയായിരുന്നു. എല്ലാ തമിഴ് രാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ എല്ലാം ആണിക്കല്ല് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വളരെ കുറച്ച് 3% മാത്രം ഉണ്ടായിരുന്ന ബ്രാഹ്മണ വിഭാഗത്തിന് തമിഴ്നാട്ടിലെ ഉദ്യോഗ പദവികളിൽ പ്രധാനപ്പെട്ട പദവികളെല്ലാം വഹിക്കുന്ന അവരാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ഒരു മുന്നേറ്റം എന്ന നിലയ്ക്ക് തുടങ്ങിയതാണ് ഈ ജസ്റ്റിസ് പാർട്ടി ആയാലും. അതാണ് പിന്നീട് പെരിയാർ വന്നിട്ട് പെരിയാർ ഇ വി രാമസ്വാമി വന്നിട്ട് അദ്ദേഹം ഇ.വി. രാമസ്വാമി നായ്ക്കറായിരുന്നു. പിന്നീട് നായ്ക്കർ ജാതിവാലി മുറിച്ചാണ് ഇ.വി. രാമസ്വാമി ആയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദ്രാവിഡ കഴകം ഉണ്ടാകുന്നു. പിന്നീട് അത് അണ്ണാദുരൈ വന്ന് അത് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. അദ്ദേഹവുമായി തെറ്റി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വേണം എന്ന് പറയുന്നു. അവർ ഈ ജസ്റ്റിസ് പാർട്ടിയുടെ ഒരു പിന്തുടർച്ച അവകാശം ആ സമയത്ത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ജസ്റ്റിസ് പാർട്ടി പിന്നീട് അവിടുന്ന് 1944 പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തത്. ഈ പ്രധാന പാർട്ടികൾ കൂടാതെ തന്നെ ഈ ചെറിയ കാലത്തിലേക്ക് വന്നുപോയ നിരവധി പാർട്ടികൾ കൂടി ഉണ്ട്. ഈ പ്രധാന പാർട്ടികളുടെ ചരിത്രമല്ല, നമുക്ക് ഓരോ പാർട്ടികളായി തന്നെ എടുക്കേണ്ടതുണ്ട്. DMKയുടെയും AIADMKയുടെ ചരിത്രം നമ്മൾ ഇന്നലെ വിശദമായി തന്നെ പറഞ്ഞതാണ്. അത് തമിഴ് നാഷണൽ പാർട്ടി, അത് EVK സമ്പത്ത്, DMKയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് EVK സമ്പത്ത്. അദ്ദേഹം രൂപീകരിച്ച തമിഴ് നാഷണൽ പാർട്ടി ഉണ്ട്. അതൊക്കെ കുറച്ചു കാലം നിൽക്കുകയും പിന്നീട് അസ്തമിച്ചു പോവുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് മക്കൾ ദ്രാവിഡ മുന്നേറ്റ കഴകം 1974 അത് VR നെടുഞ്ചെഴിയൻ രൂപീകരിച്ച പാർട്ടിയാണ്. നെടുഞ്ചെഴിയനും DMKയുടെ വലിയ നേതാവായിരുന്നു. അണ്ണാദുരൈ മരിച്ചാൽ നെടുഞ്ചെഴിയനാണ് അടുത്ത പിൻഗാമിയായ പാർട്ടിയിൽ രണ്ടാമൻ. അന്ന് മന്ത്രിസഭയിൽ രണ്ടാമനും എല്ലാം നെടുഞ്ചെഴിയനായിരുന്നു. അന്ന് ഈ നെടുഞ്ചെഴിയനെ ഫലപ്രദമായി വെട്ടിക്കൊണ്ടാണ് കരുണാനിധി ആയാലും, കരുണാനിധി അന്ന് MGRന്റെ കൂടി സഹായത്തോടുകൂടി DMKയുടെ അധികാരം പിടിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു മക്കൾ ദ്രാവിഡ മുന്നേറ്റ കഴകം. അദ്ദേഹം മറ്റൊരു പാർട്ടി കൂടി സമാനമായ രീതിയിൽ ഉണ്ടാക്കിയിരുന്നു. ആ പാർട്ടിയും പിന്നീട് ഇതെല്ലാം AIADMKയിലേക്ക് ലയിക്കുകയായിരുന്നു. DMKയിൽ തുടങ്ങി മറ്റു പാർട്ടിയിലൂടെ AIADMKയിലാണ് ആ പാർട്ടിയും എത്തിച്ചേർന്നത്. പിന്നീട് തമിഴക മുന്നേറ്റ മുന്നണിയാണ്. അത് ശിവാജി ഗണേശന്റെ പാർട്ടിയാണ്. ഈ ശിവാജി ഗണേശനും MGRും ഒരേപോലെ വലിയ സ്റ്റാറായി നിൽക്കുമ്പോൾ രണ്ട് സിനിമക്കാരെല്ലാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിജയിക്കുമെന്നും തമിഴ്നാട്ടിൽ പറയാൻ കഴിയില്ല. ശിവാജി ഗണേശനെ പോലെ വലിയ ആരാധക വൃന്ദമൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ അഭിനയത്തിൽ MGRനേക്കാളൊക്കെ മുകളിൽ നിന്ന ഒരു നടൻ കൂടിയാണ് MGR. പക്ഷെ അങ്ങനെയല്ല, ഒരു നായക താരം എന്നുള്ള വലിയ പരിവേഷമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ശിവാജി ഗണേശൻ നിന്ന സ്ഥലത്തെല്ലാം പരാജയപ്പെട്ടു പോയ, സ്വന്തം പാർട്ടി പരാജയപ്പെട്ടു, കോൺഗ്രസിൽ പോയി അവിടെ നിന്ന് മാറി പല പാർട്ടികൾ അദ്ദേഹത്തിന് പല കാലങ്ങളിലായി കയറി ഇറങ്ങേണ്ടി വന്നു. ഒരിടത്തും ഒരു ബോക്സ് ഓഫീസിൽ 1 ഹിറ്റുകൾ സ്ഥാപിച്ച ശിവാജി ഗണേശന് തൊട്ടതെല്ലാം അമ്പെ പരാജയപ്പെട്ടു പോകുന്ന രാഷ്ട്രീയമായിരുന്നു ശിവാജി ഗണേശൻ്റെത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയം പറയുമ്പോൾ ഈ ഇറങ്ങുന്ന നായകന്മാരെല്ലാം വിജയിക്കില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കൂടി ചേരുന്നതാണ്. തമിഴ്നാട്ടുകാരെ കുറിച്ചൊക്കെ ചിലരൊക്കെ പറയുന്ന അവിടെ തമിഴിൽ ഒരു നായകൻ അങ്ങ് ഇറങ്ങിയാൽ അങ്ങ് സിനിമയിൽ വിജയിക്കും. അങ്ങനെ ഒരു നായകൻ ഇറങ്ങിയാൽ സിനിമയിൽ ചരിത്രം എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ചരിത്രത്തിനൊക്കെ അപ്പുറത്തേക്ക് നായകന്റെ പ്രാധാന്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തെ ചില കാര്യങ്ങൾ കൂടി വേണം ഈ ഇവിടെ വിജയിക്കാൻ. അതിനുശേഷം ഈ MGR കഴകം RM വീരപ്പൻ ഉണ്ടാക്കിയതാണ്. അവർ തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്ന RM വീരപ്പൻ ഉണ്ടാക്കിയ MGR കഴകം, അതും പിന്നീട് തകർന്നു പോയി. പിന്നീട് MGR അണ്ണാ DMK സുബ്ബരാമൻ തിരുനാവക്കരശിന്റെ MGR അണ്ണാ DMK ഉണ്ടാക്കിയിരുന്നു. അതും പിന്നീട് അത് BJPയിലൊക്കെ ലയിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പാർട്ടികളൊക്കെ ഇങ്ങനെ ചെറു പാർട്ടികൾ, നിരവധി ദ്രാവിഡ പാർട്ടികൾ പല ഘട്ടത്തിലായി നിന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ദ്രാവിഡ പാർട്ടികൾ എന്ന് പറയുന്നത് അധികാരം 2 ധ്രുവത്തിൽ നിന്നത് DMKയും AIADMKയുമാണ്. DMKയിൽ നിന്ന് പിളർന്ന് MGR രൂപീകരിച്ച, പിന്നീട് ജയലളിത നയിച്ച AIADMKയുമാണ് 2 പ്രധാന പാർട്ടികളായി നിന്നത്. മറ്റ് 2 പാർട്ടികളായാലും MDMK ആയാലും വൈക്കോ രൂപീകരിച്ച MDMK ആയാലും പിന്നെ DMDK ആയാലും ഈ 2 പാർട്ടികളും പിന്നീട് സജീവമായി തന്നെ നിൽക്കുകയും
വിജയകാന്തിന്റെ മരണത്തോടു കൂടി ആ പാർട്ടിയുടെ അവസ്ഥയൊക്കെ കണ്ടറിയണം. അത് ഏകദേശം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആ പാർട്ടിയുടെ അവസ്ഥ പൂജ്യത്തിലേക്കൊക്കെ വന്നു. 21 പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത്. പക്ഷെ അവിടെ നിന്ന് ഒരു വലിയ തകർച്ചയിലൊക്കെയാണ് നീങ്ങിയത്. എന്തായാലും അതെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അടുത്ത ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ തീർച്ചയായും ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ DMK സൂചിപ്പിച്ചു കഴിഞ്ഞു. 1949 രൂപീകൃതമാകുന്നു. കരുണാനിധി എന്ന പേര് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. MGRന്റെ പേരോ ജയലളിതയുടെ പേരോ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കിരൺ, ഈ 2 പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ചേർത്ത് വെക്കാനുണ്ടോ? അഭിലാഷ, ചേർത്ത് വെക്കാനാണെങ്കിൽ ഒരുപാട് 2 പാർട്ടികളുടെ ഈ സിനിമ കഥ പോലെ തന്നെ വളരെ വിശാലമാണ്. ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ MGRും കരുണാനിധിയുമായിട്ടുള്ള ബന്ധം, MGRും ജയലളിതയുമായിട്ടുള്ള ബന്ധം, MGR കരുണാനിധി പിന്നീട് ജയലളിതയും 2 പക്ഷത്ത് നിന്ന് ഇവരൊക്കെ പോരാട്ടത്തിന്റെ ചരിത്രം, ഇതെല്ലാം ഈ ഇത്രയും പ്രധാന രാഷ്ട്രീയ നേതാക്കൾ സിനിമക്കാരാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. കരുണാനിധി DMKയുടെ ഒരു പ്രധാന നേതാവായി നിൽക്കുന്നു. MGR AIDMK രൂപീകരണം, ജയലളിതയാണ് അതിന്റെ പിന്തുടർച്ചാവകാശം വന്നത്. വിജയകാന്താണ് DMDK രൂപീകരിച്ചത്, ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം രൂപീകരിച്ചത്. പിന്നീട് ശരത് കുമാറാണ് നമ്മുടെ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശരത്താണ് മറ്റൊരു പാർട്ടി രൂപീകരിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് പിന്നെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കച്ചി എന്നാണ് പേര്. പക്ഷെ ആ ശരത്തിന്റെ പാർട്ടിയൊന്നും അങ്ങനെ എവിടെയും ഒരു രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിർണായക സ്വാധീനമാകാനൊന്നും കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവർ ഈ പാർട്ടി രൂപീകരിക്കുന്നു എന്നതിനപ്പുറത്ത് പല പാർട്ടികളുമായി സഹകരിക്കുകയോ തെന്നിപ്പിരിയുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രൂപീകരിച്ചത്. പക്ഷെ അതിനകത്ത് അങ്ങനെ അല്ലാതെ രൂപീകരിച്ച ഒരാൾ കമലഹാസനാണ്. കമലഹാസനെ സംബന്ധിച്ചിടത്തോളം കമലഹാസൻ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും അവിടെ നിന്ന് തെറ്റിമാറുകയും ഒന്നും ചെയ്തതല്ല. കമലഹാസൻ മക്കൾ നീതി മയ്യം എന്ന് പറഞ്ഞ 2018 അങ്ങനെ ഒരു പാർട്ടി കമലഹാസൻ രൂപീകരിക്കുന്നത്. ആ പാർട്ടി വലിയ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ ആ പാർട്ടിക്ക് അത്തരത്തിലുള്ള സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കമലഹാസൻ ഒരു പുതിയ രാഷ്ട്രീയ ധാര മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തതാണ്. അത് ഈ പൂർണ്ണമായും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു നീക്കമൊക്കെ നടത്തിക്കൊണ്ട് അതിനെ പുതിയ കാലത്തിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മുന്നേറ്റമൊക്കെ നടത്താൻ ശ്രമിച്ചതാണ്. കേരളത്തിൽ വന്ന് CPM-ഉമായിട്ടുമൊക്കെ വലിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു മുന്നണിയിലും അവർ ചേർന്ന മുന്നണിയിലൊന്നും DMK മുന്നണിയിലൊന്നും അദ്ദേഹത്തിന് നിൽക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. ഒരു ആപ്പൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു, ഒരു വിസിൽ ബ്ലോവർ ആപ്പൊക്കെ, അങ്ങനെ ആളുകൾക്ക് അതിൽ പരാതി നൽകാനുള്ള സംവിധാനമൊക്കെ. പക്ഷെ അദ്ദേഹത്തിനും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അങ്ങനെ തമിഴ് രാഷ്ട്രീയവും സിനിമയെ ബന്ധപ്പെട്ടാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ കഴിഞ്ഞ 2 നേതാക്കൾ കരുണാനിധിയും MGRും ജയലളിതയുമാണ്. 2 പാർട്ടികളെ DMKയിലും AIDMKയിലും. ഈ വിജയകാന്തിനെ കുറിച്ച് പറയുമ്പോൾ വിജയകാന്തിന്റെ ഒരു വിഷയം, വിജയകാന്തിന് പ്രതിപക്ഷ നേതാവാൻ കഴിഞ്ഞു. നമുക്ക് വിജയകാന്ത് ഉൾപ്പെടെയുള്ളവരുടെ വളരെ കൃത്യമായി ഡേറ്റകളിലേക്ക് തന്നെ പോകാം. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ കൃത്യമായി ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച ഡേറ്റകൾ ഞങ്ങൾ പങ്കുവച്ചതാണ്. അത് DMK, മറ്റൊന്ന് AIADMK. അതോടൊപ്പം ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് DMDK എന്നതാണ്. 2005 ആണ് ഈ പാർട്ടി രൂപീകൃതമായത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം. വിജയകാന്ത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സിനിമാ താരം ആണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇനി തീർച്ചയായും നമുക്ക് ഓരോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡേറ്റകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് DMDK പരിശോധിക്കാം. അവിടെ കിരൺ, ഇപ്പോൾ എന്താണ് ഇതിന്റെ സാഹചര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് കൂടി എത്തിയ വ്യക്തിയായിരുന്നു വിജയകാന്ത്. അഭിലാഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു, പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം അതിൽ അത്രത്തോളം പ്രസക്തമായതല്ല. ഏറ്റവും പ്രസക്തമായത് ഇത് രണ്ടുമാണ്. അങ്ങനെ എത്താൻ കഴിഞ്ഞ സിനിമാ താരങ്ങളുടെ എണ്ണം എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ MGRും കരുണാനിധിയും ജയലളിതയും കഴിഞ്ഞാൽ പിന്നീട് എത്താൻ കഴിഞ്ഞത് വിജയകാന്തിനാണ്. വിജയകാന്തിന്റെ പാർട്ടി വലുതായതുകൊണ്ടല്ല, വിജയകാന്ത് AIDMKയ്ക്ക് ഒപ്പം നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം മത്സരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ കുറച്ച് സീറ്റുകളാണ് DMKയ്ക്ക് ലഭിച്ചത്. അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം DMKയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി വിജയകാന്തിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് 2011 കൊണ്ടുവരികയായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള വർഷത്തിൽ അദ്ദേഹം
തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി 2005 സെപ്റ്റംബർ 14 രൂപീകരിച്ച ശേഷമുള്ള അവരുടെ ഓരോ വർഷത്തെയും തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം കൂടി നമുക്ക് ആ ഡേറ്റകൾ കൂടി നമുക്ക് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാം. തീർച്ചയായും നമുക്ക് ഈ പാർട്ടി രൂപീകൃതമാകുന്നത് 2005 സെപ്റ്റംബർ 14 എന്ന ഡേറ്റയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. വിജയകാന്ത് തമിഴ് സിനിമയിലടക്കം ശോഭിച്ചു നിൽക്കുന്ന സമയം, അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി ആരാധകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെയാണ് വിജയകാന്ത് ഈ പാർട്ടി രൂപീകൃതം ആയത്. അതിനുശേഷം പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം നടന്നിട്ടുള്ള പ്രകടനം ആണ് നമുക്ക് ഇനി വിലയിരുത്തേണ്ടി വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് 2005 പാർട്ടി രൂപീകരിക്കുന്നു, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു, 234 ഇടങ്ങളിൽ മത്സര രംഗത്ത് അല്ലെങ്കിൽ ഈ സീറ്റുകളിൽ ഒരിടത്ത് മാത്രം, അങ്ങനെയല്ലേ കിരൺ, അതായത് 8.38% വോട്ട് നേടുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനുശേഷം ലോക്സഭയിലെ പ്രകടനവും നോക്കാം. ഈ 2005 പാർട്ടി രൂപീകരിച്ച 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാ സീറ്റിലും മത്സരിച്ചുകൊണ്ട് ഒരു ശ്രമമാണ്. ഇപ്പൊ വിജയകാന്തിനെ സംബന്ധിച്ച് വിജയകാന്തിന്റെ സിനിമ നായകനായി തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ചട്ടം ഒരു ഇരുട്ടറ ഇറങ്ങുന്നത് 81-ലാണ്. ഈ 80-കളിലും 90-കളിലും എന്ന് പറഞ്ഞാൽ ഈ രജനീകാന്തും കമലഹാസനും ഒക്കെ നിൽക്കുമ്പോഴും വിജയകാന്തിൻ്റെതായ ഒരു വലിയ ആരാധകരുണ്ട്. ഒരു വർഷമൊക്കെ ഏറ്റവും കൂടുതൽ 10-18 സിനിമകളിലൊക്കെ നായകനായി വരികയും ഇതിൽ മഹാഭൂരിപക്ഷ സിനിമയും സൂപ്പർ മെഗാ ഹിറ്റ് ആവുകയും ഒക്കെ ചെയ്ത ഒരു നായകനാണ് വിജയകാന്തിന് ആ മട്ടിൽ വിജയകാന്തിൻ്റെതായ ഒരു ആരാധക വൃന്ദം തമിഴ്നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ആ ഒരു ആരാധകരുടെ ഒക്കെ ബലത്തിലാണ് ഒരുപാട് ഈ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമയൊക്കെ വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്നുള്ള പേര് കേരളത്തിലും ഈ സിനിമ ഏറെ ഓടിയ സിനിമയാണ്. അതോടൊപ്പം തന്നെ കൂലിക്കാരന, പുല്ലൻ വിചാരണ, സേതുപതി IPS, അങ്ങനെ നിരവധി സിനിമാ ഹിറ്റുകളിലൂടെ അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ 2 പ്രധാന സൂപ്പർ സ്റ്റാറുകൾ നടക്കുന്നതിൽ നിന്ന് മാറി നടന്നുകൊണ്ട് അവിടെ ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ഒരു പാർട്ടി തുടങ്ങുന്നത്. പക്ഷേ എല്ലാ സീറ്റിലും മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും ഒറ്റ സീറ്റിൽ വിജയിച്ചത് വിജയകാന്തിന് മാത്രമാണ് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ വിജയകാന്ത് മാത്രം വിജയിച്ചെങ്കിൽ നമ്മൾ ആ കണക്ക് നോക്കണം. 8.38% വോട്ട് നേടാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് 8% വോട്ടുള്ളവർ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ആ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ആവേണ്ടതാണ്. കേരളത്തിൽ പോലും അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രധാനപ്പെട്ട പാർട്ടിയോ 2-3 മന്ത്രിമാരെ വരെ കിട്ടേണ്ട പാർട്ടിയായി മാറേണ്ടതാണ്. 2009-ലും അവർ തമിഴ്നാട്ടിലെ 39 സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും അങ്ങനെ 40 സീറ്റുകൾ മത്സരിച്ചു. അവിടെ 40 സീറ്റുകളിലും അവർ ദയനീയമായി തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് 2009-ലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പ്രേക്ഷകർക്ക് ഒരു ആശയക്കുഴപ്പം വേണ്ട. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ 234 സീറ്റുകളിൽ മത്സരിക്കുന്നു, 8.38% വോട്ട് നേടുന്നു, ഒരിടത്ത് വിജയിക്കുകയും ചെയ്യുന്നു. 2009-ലേക്ക് എത്തുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 40 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ഒരിടത്തും വിജയിക്കാനുള്ള കരുത്ത് ഉണ്ടായിരുന്നില്ല. 2011-ലെ കണക്കുകൾ കൂടി നോക്കണം അഭിലാഷ്. അതാണ് ഏറ്റവും പ്രധാനം. DMDK പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്, വിജയകാന്തിനെ എത്തിച്ചത് 2011 തെരഞ്ഞെടുപ്പ്. 2011 തെരഞ്ഞെടുപ്പിന് ഒരു വലിയ, അതായത് പാർട്ടി രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ വലിയ കരുത്ത് കാണിക്കുന്നു. അതെ, രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വിജയകാന്തിന് സ്വാഭാവികമായി മനസ്സിലായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചു കയറുക പ്രയാസമാണ്. അവിടെ അന്ന് DMKയുടെ ഭരണം നിന്ന ഘട്ടമാണ്. DMKക്കെതിരെ വലിയ ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഒരു ഘട്ടം കൂടിയാണെന്ന് ആലോചിക്കണം. വലിയ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഈ അദ്ദേഹത്തിന്റെ കരുണാനിധിയുടെ തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ വരികയും ആ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ക്രമസമാധാന നില പാടെ തകർന്നു പോകുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ AIADMK ജയലളിതയ്ക്കൊപ്പം അദ്ദേഹം സഖ്യം ആയി മാറുകയാണ്. അങ്ങനെ സഖ്യത്തിൽ 40 സീറ്റ് മത്സരിച്ചതിൽ 29 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടിയാണ് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ, അന്ന് 29 സീറ്റുകളിൽ ഇവർ വിജയിക്കുമ്പോൾ 26-25 സീറ്റുകൾ മാത്രമാണ് DMKക്ക് വിജയിക്കാൻ. DMK പാടെ തകർന്നടിഞ്ഞു പോയ ഒരു തെരഞ്ഞെടുപ്പ്. DMK സഖ്യത്തിന് തന്നെ 31 സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ DMKക്ക് ജയലളിതയും ഈ DMKയും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ ആഴമറിയാമല്ലോ. ഒരു കാരണവശാലും ജയലളിതയ്ക്ക് ആ പക കൂടിയുണ്ട്. ജയലളിത ആ മട്ടിൽ ശാരീരികമായിട്ടടക്കം നിയമസഭയിൽ വെച്ച് DMK MLA-മാർ അപമാനിക്കുകയും അവർ വസ്ത്രത്തിൽ വലിച്ചുരിയുകയും ഒക്കെ ചെയ്തതാണ്. ആ പകയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ ഒരു കാരണവശാലും DMKക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് രണ്ടാമത്തെ വലിയ പാർട്ടി, സാങ്കേതികമായി പറഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വിജയകാന്ത് വരുന്നത്. ഭരണപക്ഷത്ത് നിന്ന് മത്സരിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുക. പക്ഷേ ആ രാഷ്ട്രീയ നീക്കം വിജയകാന്തിനെ സംബന്ധിച്ച്
ജയലളിതയുടെ പകയ്ക്ക് ഇരയായി നിന്നുകൊണ്ടുള്ള നടത്തിയ രാഷ്ട്രീയ നീക്കം വിജയകാന്തിനെ സംബന്ധിച്ച് അതോടുകൂടി ആ പാർട്ടി അപ്പാടെ തകരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അധികം പ്രായമായ ആ രോഗങ്ങളൊക്കെ വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത ഏകദേശം പാർട്ടിയുടെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ പൊതു സദസ്സിലൊക്കെ വന്ന് അദ്ദേഹത്തിന് വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു. പലതവണ അദ്ദേഹത്തിന്റെ മരണം വന്നു എന്ന് പറഞ്ഞ അഭ്യൂഹങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വാർത്ത പ്രചരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ക്രമേണ യഥാർത്ഥത്തിൽ ആ പാർട്ടി അടുത്ത 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് അടക്കം പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. വിജയകാന്തിന്റെ സ്വന്തം ആ ഒരു വിജയകാന്ത് എന്ന വ്യക്തിക്ക് അങ്ങനെ വോട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് അടക്കം പരാജയപ്പെട്ടു. അതിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെയും പാടെ പരാജയപ്പെടുന്ന 2016-ലും 2021-ലും അങ്ങനെ പാടെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാർട്ടി എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഏകദേശം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഒരു വലിയ പ്രേമലതയാണ് കഴിഞ്ഞ കുറെ കാലമായി തന്നെ ഈ പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത നേതാക്കളടക്കം പരസ്യമായി അടക്കം പിന്നീടൊക്കെ പറയുകയും ഒക്കെ ചെയ്തത് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്താണ് ഇടയ്ക്ക് വന്ന് ആളുകളുടെ മുന്നിൽ വന്ന് കൈ വീശി കാണിച്ച് മടങ്ങിപ്പോകുക എന്നതിനപ്പുറത്തേക്ക് പ്രസംഗിക്കാനോ എന്താണ് നടക്കുന്നതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. 70-71 വയസ്സേ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത്തരത്തിലേക്കുള്ള കടുത്ത രോഗബാധിതനായിരുന്നു. അങ്ങനെയാണ് ഈ ഡിസംബറിൽ അദ്ദേഹം മരണമടയുന്നതും ഒക്കെ. ഒന്ന് ഉദിച്ചുയർന്നു, അതേപോലെ അസ്തമിച്ചു പോയി. എന്തായാലും അങ്ങനെ ഉദിച്ചുയർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നേരത്തെ കിരൺ സൂചിപ്പിച്ച ഒന്ന് തന്നെയാണ്. ഈ രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നവർക്ക് വളരെ പരിചിതമാണ് എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അത്രമേൽ വലിയ ധാരണയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം AADMKയുമായി അന്ന് നടത്തിയ സഖ്യം, അതിനുശേഷമുള്ള വലിയ വിജയം, അതിനോടൊപ്പം തന്നെ വിജയിച്ച പാർട്ടിക്ക് ഒപ്പം അല്ലെങ്കിൽ ഭരണത്തിലിരിക്കേണ്ട പാർട്ടിയുടെ സമയത്ത് പ്രതിപക്ഷ നിരയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന ഏറെ കൗതുകകരമായ രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇത്തരം രസകരമായ രാഷ്ട്രീയ ഇന്നലകൾ കൂടിയുണ്ട്. അതിന് തമിഴ്നാടും സാക്ഷിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ വിജയകാന്ത് എന്ന രാഷ്ട്രീയ നേതാവും തമിഴ്നാട്ടിലെ പ്രിയങ്കരനായ സിനിമാ താരവും ഇല്ല എന്നുകൂടിയാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിലേക്ക്, വിജയകാന്തിന്റെ ചരിത്രത്തിലേക്ക് ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബോളിവുഡിലും തമിഴ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പയറ്റിത്തെളിയാൻ വിജയകാന്തിന് സാധിച്ചിരുന്നു. 2005-ലായിരുന്നു ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം DMDK എന്ന സ്വന്തം രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിജയകാന്ത് വരവറിയിച്ചത്. 2006-ലെ തിരഞ്ഞെടുപ്പിൽ വിരുദാചലം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു. 2011-ൽ AIADMKയുമായി സഖ്യം രൂപീകരിച്ച് 41 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചു. 29 സീറ്റിൽ പാർട്ടി വിജയിക്കുകയും ചെയ്തു. ആ വർഷം പ്രതിപക്ഷ നേതാവിന്റെ കസേരയും വിജയകാന്തിന് ലഭിച്ചു. എന്നാൽ പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ പോലെയായി DMDK. 2016-ലെ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശുപോലും നഷ്ടമായി. ആരോഗ്യ കാരണങ്ങളാൽ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ 28-നാണ് അന്തരിച്ചത്. ഇതാണ് വിജയകാന്ത് എന്ന താരത്തിന്റെ ഒരു ചരിത്രം. വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക. നമുക്ക് തീർച്ചയായും കിരൺ, ഇനി വിജയകാന്തിൽ നിന്ന് നമുക്ക് അടുത്ത, അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായ അടുത്ത നേതാവിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അത് മറ്റാരുമല്ല, കമൽ ഹസൻ ആണ്. ഇവിടെ ഒരു കാര്യം പ്രേക്ഷകരെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കേണ്ടത്, ഈ തമിഴക രാഷ്ട്രീയം അവിടെ സ്വത്ത് രാഷ്ട്രീയം എപ്പോഴും വെച്ച് പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരിശോധിച്ചാലും അതിൽ ദ്രാവിഡ എന്ന വാക്കൊന്നുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മക്കൾ എന്ന വാക്കുണ്ടാകും. ഈ തരത്തിൽ തന്നെയായിരിക്കും പേരുകൾ എന്നതിൽ തർക്കമില്ല. അങ്ങനെ കമൽ ഹസൻ 2018 ഫെബ്രുവരി 21-നാണ് മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. കിരൺ, ഈ സ്വത്വബോധത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഒരു ഭാഷാ പ്രയോഗം തന്നെയുണ്ടല്ലോ. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷന് മലയാളം വാക്കില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിന് പേരില്ല. അതേസമയം തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ടെലിവിഷനും മൊബൈൽ ഫോണിനും വൈഫൈക്കും വരെ അവർ തമിഴ് വാക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അഭിലാഷ്, അത് ഒരു വലിയ ചരിത്രവും തമിഴ്നാടിന്റെ വളർച്ചയുമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു പ്രധാന ആയുധമായത് ഈ പറഞ്ഞ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ
നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ വി രാമസ്വാമിയൊക്കെ ആദ്യം ഈ വിധവാ വിവാഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടിയും സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്, അറേഞ്ച്ഡ് മാരേജ് അല്ല വേണ്ടത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭാര്യയെ ഭർത്താവിനെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഇതൊക്കെ ഏകദേശം അരനൂറ്റാണ്ടിന് മുമ്പ് തന്നെ പറയുകയും അതൊക്കെ ഉറച്ചു പറയുകയും ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവമില്ല എന്നൊക്കെ ഒരു നേതാവ് പ്രസംഗിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുക, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കൾച്ചറിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഈ തമിഴ് ജനത എന്ന് പറയുന്നത് തന്നെ. അതൊക്കെ കൊണ്ട് തന്നെയാണ് തമിഴ് ജനതയുടെ രാഷ്ട്രീയത്തിലെല്ലാം ഇപ്പോഴും ഈ വലിയ വിശ്വാസത്തിലൊക്കെ അവർ നിൽക്കുമ്പോഴും ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ഇന്നലെ അതും വിശദമായി പറഞ്ഞിരുന്നു, ഈ സനാതന ധർമ്മത്തിനെതിരെയൊക്കെ, അത് ഹിന്ദുവിസവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല സനാതന ധർമ്മം എന്ന് പറയുന്നത് ഡെങ്കിയെ പോലെ അല്ലെങ്കിൽ കോവിഡ് പോലെ അതിനെ എതിർക്കേണ്ടതല്ല, നശിപ്പിക്കേണ്ട ഒന്നാണ് എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്ന, അതിന് എതിർപ്പില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാട് കൂടി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അഭിലാഷ്. യഥാർത്ഥത്തിൽ അതൊക്കെ കൊണ്ടാവും സ്വാഭാവികമായും ഈ കമലഹാസൻ പോലും ഇവരെല്ലാം അവരുടെ പ്രധാന നേതാക്കളെല്ലാവരും തന്നെ നിരീശ്വരവാദികളായ നേതാക്കളാണ്. ജയലളിത വിശ്വാസിയാണെങ്കിൽ പോലും ജയലളിതയുടെ അടക്കം മൃതദേഹം സംസ്കരിക്കുമ്പോൾ അത് ചിതയിൽ വെക്കുകയല്ല, അത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് ആര്യത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ എല്ലാവിധ സിംബലുകളെയും എതിർക്കുക എന്നുള്ളത് തമിഴിൻ്റെ 2-3 തലമുറ മുമ്പ് മുതൽ അല്ലെങ്കിൽ 4 തലമുറ മുമ്പ് മുതൽ അവർ തുടങ്ങിയ വലിയ ഈ ജസ്റ്റിസ് പാർട്ടിയുടെ ഒക്കെ തുടക്കം മുതൽ 1917 മുതൽ തുടങ്ങിയ ഒരു വലിയ പാരമ്പര്യത്തിന് തുടർച്ചയാണ്. അങ്ങനെയാണ് ഈ തമിഴർക്ക് ഹിന്ദി പഠിപ്പിക്കുന്നത്, ഹിന്ദി പഠിക്കാൻ വരുന്നത് തമിഴരുടെ ദേശീയത അല്ലെങ്കിൽ തമിഴരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് ആര്യന്മാരുടെ ഭാഷയാണ്, അത് പഠിക്കേണ്ടതില്ല. ഈ അണ്ണാദുരയൊക്കെ അവസാനം പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ഇംഗ്ലീഷിനെ ദേശീയ ഭാഷയാക്കൂ, അത് പഠിച്ചുകൊണ്ടാണ് ഗുണമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ മുന്നേറ്റം എല്ലാം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താണ്. ഈ വിജയകാന്ത് ഒക്കെ പറഞ്ഞത് അമ്മേ തമിഴ് മൊഴി ആണ് നമ്മൾ പഠിക്കേണ്ടത്, പക്ഷേ അത് പ്രധാനം, പക്ഷേ മറ്റു ഭാഷകളും പഠിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവരുടെ ഈ ഹിന്ദി ഭാഷയ്ക്കെതിരെയുള്ള സി രാജഗോപാലാചാരി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ് ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കിയത്. അന്നാണ് ഈ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ വലിയ സമരവുമൊക്കെ നടക്കുന്നത്. അന്നു മുതൽ ഉള്ളതാണ് അവർക്ക് എല്ലാത്തിനെയും തമിഴ്. അന്നൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയത് സയൻസിൽ നിങ്ങൾ എങ്ങനെ തമിഴ് കൊണ്ടുവരും, നിങ്ങൾ ഇംഗ്ലീഷ് മറ്റ് ഭാഷ വേണ്ടേ, അല്ലെങ്കിൽ മറ്റ് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ ആശ്രയിക്കണ്ടേ, എല്ലാറ്റിനും തമിഴ് കൊണ്ടുവരിക എന്നുള്ള ആശയത്തിലേക്കൊക്കെ വന്നത്. ഈവൻ ഭാരതിയാർ തമിഴും സംസ്കൃതവും തമ്മിൽ സഹോദരമാണെന്ന് പറഞ്ഞപ്പോൾ ഭാരതിയാരെ പോലും വിമർശിക്കുന്നുണ്ട് രാമസ്വാമി. ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, തമിഴും ദ്രാവിഡ ഭാഷയാണ്, അതിന് സംസ്കൃതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. അങ്ങനെ ആ ഒരു രാഷ്ട്രീയത്തിന്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭാഷയിൽ ഒന്നാണ് തമിഴ് എന്നാണല്ലോ. അതെ, അതിപ്പോൾ ആധുനിക കാലത്ത് ഈ ഭാഷാശാസ്ത്രപരമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ അന്ന് പറഞ്ഞിരുന്നതാണ് ശരി അല്ലെങ്കിൽ ശരി എന്നുള്ള കാര്യം ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടും. തമിഴിന്റെ പഴക്കവും മറ്റ് തെലുങ്കിന്റെയും കന്നഡയുടെയും ഒക്കെ പഴക്കം ആലോചിക്കുമ്പോൾ ലോകത്തെ ക്ലാസിക് ഭാഷകളുടെ ഓളം പഴക്കമുള്ള ഭാഷകളാണ്. അന്നു മുതൽ അതിന് സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായ മഹാകൃതികളൊക്കെ വന്ന ഭാഷയാണ്. ആ ഒരു അഭിമാനബോധം ഉള്ളതുകൊണ്ടും അവരതിനു വേണ്ടിയുള്ള ഒരു ചെലവഴിക്കാൻ വേണ്ടി എടുത്ത. പിന്നെ കേരളത്തിലൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്യ നാടുകളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനത കൂടിയായിരുന്നു തമിഴർ. അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴും അവർ അവരുടെ ആ ഒരു കുറച്ച് രാജ്യങ്ങളൊക്കെ അവിടെ പോയും അവർ തമിഴാണ് സംസാരിക്കുന്നത്. ഈ തമിഴറുള്ള രാജ്യത്തൊക്കെ അവർ തമിഴ് സംസാരിച്ച സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ ഭാഷയിൽ തന്നെ, അവിടുത്തെ ഔദ്യോഗിക ഭാഷയിൽ തന്നെ തമിഴുണ്ട്. അവിടെ ഈ തമിഴ് വംശജരായ ആളുകൾ മന്ത്രിമാരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ല, ആ ഒരു ബോധത്തിന് കൂടി ഫലമാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പോഴും എല്ലാത്തിനും അവർ തമിഴ് വാക്കുകൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഷയ്ക്ക് അത്തരത്തിലേക്കൊക്കെ വളർച്ചയൊക്കെ സാധ്യമാകുന്നത്. എന്തായാലും കിരൺ, നമ്മുടേത് രാഷ്ട്രീയമാണ് വിഷയം. അപ്പോഴും തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തമിഴ്നാടിന്റെ ചരിത്രവും ഭാഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. കമൽഹാസന്റെ പാർട്ടിക്ക് മക്കൾ നീതിമയം എന്ന് പേര് നൽകുമ്പോൾ ഞാൻ ഈ ഭാഷയെക്കുറിച്ച് പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു കിരൺ, ഈ തമിഴ്നാട്ടിലെ നടന്മാരിൽ ഒരുപക്ഷെ ഒരു ഇന്ത്യ എന്ന രാജ്യത്ത് മുഴുവൻ സ്വീകാര്യത നേടുന്ന നടൻ ആണ് കമൽഹാസൻ. മലയാളികൾക്കേറെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമയ്ക്ക് പോലും ഈ ബോളിവുഡിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്. പല നടന്മാരും ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയെ കൈയടക്കി വെച്ചിരുന്നത് ബോളിവുഡ് ആയിരുന്നുവെങ്കിൽ ആ സമയത്ത് പോലും അതിനിടയിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കമൽഹാസനെ പോലെ ഒരു താരത്തിന് സാധിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രകടനം ആ നിലയിൽ മെച്ചപ്പെട്ടതായിരുന്നില്ല. അഭിലാഷ്, അതിനകത്ത് ഒരു ചെറിയ വരി കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയാം. ഈ തമിഴ് കമൽഹാസന് ആദ്യഘട്ടത്തിൽ തുടക്കം മുതൽ കമൽഹാസനാണ് അങ്ങനെ ഒരു നാഷണൽ ഫിഗറായി നിൽക്കുകയും ഹിന്ദിയിലടക്കമുള്ള സിനിമകളിലും ഒക്കെ വരികയും ഇന്ത്യ ആകമാനം ആരാധകരൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് രജനിയുടെ ഒരു
പ്രഭാവകാലം വന്നപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരു ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് ലോകത്ത് ജാക്കി ചാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ രജനീകാന്ത് നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ തുടങ്ങി വെച്ചത് അത് കമലഹാസൻ തന്നെയാണ്. കമലഹാസൻ രജനീകാന്തിന്റെ പടമൊക്കെ ജപ്പാനിലെ ഒക്കെ വലിയ ആരാധകരുള്ള ആളാണ്. അപ്പോൾ ഈ കമലഹാസൻ ഒരു രാഷ്ട്രീയത്തിൽ ഈ തമിഴ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ഇപ്പോൾ രജനീകാന്തിന്റെ ഒക്കെ പല ചിന്താഗതിയും ഹൈന്ദവ രാഷ്ട്രീയതയുമായിട്ടും അല്ലെങ്കിൽ BJP-യുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയമായിട്ടൊക്കെ പലതരത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ആത്മീയതയുടെ രാഷ്ട്രീയം എന്നാണ്. തമിഴർക്ക് മനസ്സിലായില്ല എന്താണ് തമിഴർ കേട്ടത് ദൈവമില്ല എന്ന്, ബ്രാഹ്മണനില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട് ശീലിച്ച ഒരു ജനതയോട് ഞാൻ ആത്മീയതയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോഴാണ് ഏറ്റവും തമിഴ്നാട്ടിൽ വർത്തമാന കാലത്ത് സ്വീകാര്യതയുള്ള നടനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ താരമൊക്കെ ആയിരിക്കുമ്പോഴും MGR-നെയൊക്കെ പോലെ സ്വാധീനമുള്ളായിരിക്കുമ്പോഴും രജനീകാന്ത് പരാജയപ്പെടുന്ന നോക്കുക. പക്ഷേ ഈ കമലഹാസനെ സംബന്ധിച്ച് കമലഹാസൻ അങ്ങനെയല്ല. കമലഹാസൻ തുടക്കം മുതൽ തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുടെ അടിയുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ തമിഴ് അഭിമാനത്തിന്റെ നിലപാടുകൾ, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, അങ്ങനെ ഒരു ആദർശാത്മകമായ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനൊപ്പമാണ് അദ്ദേഹം ഈ അഴിമതിക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഞങ്ങൾ കാര്യക്ഷമമാക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു പ്രകടനം കൂടി കണ്ടതിന് ശേഷം നമുക്ക് തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു 2018 ആണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായത് എങ്കിൽ തൊട്ടടുത്ത വർഷം ആണ് 2019 ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ കോളിൽ കാണുന്നത് 2018 പിന്നീട് ഇപ്പോൾ 19 എത്തുമ്പോൾ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രകടനം എന്നുള്ളതാണ്. അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല 1% വോട്ടിലേക്ക് പോലും എത്തിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചില്ല. 0.4% ആണ് 2019 MNM-ന്റെ പ്രകടനം. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും നില വളരെ മോശമാണ്. നമ്മൾ നേരത്തെ വിജയകാന്തിന്റെ പ്രകടനം നമ്മൾ സൂചിപ്പിച്ചതാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 8%-ലധികം വോട്ട് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ കമൽഹാസന്റെ പാർട്ടിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനം. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.62% എന്ന നിലയിലേക്ക് വോട്ട് നില മെച്ചപ്പെട്ടു. അഭിലാഷ്, അതിനകത്ത് അവരുടെ ഒരു നയങ്ങൾ കൂടി അതിന്റെ അടുത്ത കാട്ടിൽ നമ്മൾ അവർ എന്താണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് എന്നുകൂടി അതുകൂടി പറയുമ്പോഴാണ് അതുകൂടി നമുക്ക് പരിശോധിച്ചു പോകാം. സ്വാഭാവികമായും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ലക്ഷ്യമെന്ത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ത് എന്നത് പറഞ്ഞു വെക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അത് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയെന്നത് പ്രേക്ഷകർക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും. ജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക, സാമൂഹിക നീതി, ജാതീയതയ്ക്ക് എതിരെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ജാതീയതയ്ക്ക് എതിരെ. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനത്തിന്റെ കാര്യക്ഷമത. അവിടെയാണ് അഭിലാഷ് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസം. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ വിജയകാന്തിന്റെ പാർട്ടിക്ക് 8%-ലേറെ വോട്ട് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു. പക്ഷേ കമൽഹാസനെ പോലെ വിജയകാന്തിനേക്കാളും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ തലപ്പൊക്കമൊക്കെയുള്ള ഒരു നടൻ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും നേടാൻ കഴിഞ്ഞില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കമൽഹാസനെ സംബന്ധിച്ച് കമൽഹാസന്റെ സിനിമകളൊക്കെ വിജയിച്ചത് കമൽഹാസൻ സിനിമയുടെ അഭിനയ മികവ് കൊണ്ട്, സാങ്കേതിക മികവ് കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കമൽഹാസൻ. ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തിയ മറ്റൊരു നടൻ ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയുടെ മെച്ചം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിച്ചത്. വിജയകാന്തിന്റെ സിനിമയൊക്കെ 10-18 സിനിമ എടുക്കുമ്പോൾ അതെല്ലാം വിജയിച്ചു പോകുന്നത് എല്ലാം ഒന്നും സിനിമ മെച്ചപ്പെട്ടിട്ടൊന്നുമല്ല. ഇപ്പോഴൊക്കെ പല സിനിമകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ പഴയ ഇവരുടെ രജനീകാന്തിന്റെയും വിജയകാന്തിന്റെയും ഒക്കെ പടം കാണുമ്പോൾ നമുക്ക് തമാശ വരുന്ന സിനിമ, എങ്ങനെയൊക്കെയാണ് ഈ സിനിമ ആളുകൾ വിജയിച്ചതെന്നൊക്കെ സംശയം തോന്നും. പക്ഷെ കമൽഹാസന്റെ ഇപ്പോഴും ഏത് പഴയ സിനിമ എടുത്താലും ക്ലാസുകളാണ് കമൽഹാസൻ. മറ്റവരങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കമൽഹാസൻ എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കമൽഹാസൻ അങ്ങനെ ഒരു ജനകീയനായ, അല്ലെങ്കിൽ മറ്റേ വിജയകാന്തിനെ പോലെയോ രജനീകാന്തിനെ പോലെയോ സ്വന്തം നിലയിൽ വലിയ ആരാധകരൊന്നുമുള്ള ഒരു നടനല്ല. കമൽഹാസൻ ഇവർക്കൊക്കെ മോളിക്കുന്ന അഭിനേതാവാണെന്നുള്ള ബഹുമാനം, കമൽഹാസനോട് അത്തരത്തിൽ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആരാധക വൃന്ദം കമൽഹാസന് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കമൽഹാസന്റെ പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ചപ്പോഴും എല്ലാം പിന്നെ അതിന് അപ്രായോഗികത ഒരുപാടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ അങ്ങനത്തെയുള്ള ആളുകളെ കൊണ്ടുവരാനോ
ചെയ്യാനോ അത്തരത്തിലേക്ക് മുന്നേറാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം എടുത്ത ചൂടുകൾ പലതും പിഴച്ചു പോവുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ 0.4% വോട്ടെന്ന് പറയുന്നത് വളരെ ഒരു അപ്രസക്തമായ പാർട്ടിയാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്നൊക്കെ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ടാണ് സഖ്യമുണ്ടാക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് മക്കൾ നീതി മയ്യം എന്തിനാണ് സഖ്യമുണ്ടാക്കുന്നതെന്ന് സാധാരണ ഗതിയിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും മനസ്സിലാവുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ കമലഹാസൻ എന്തുകൊണ്ടോ ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു പരിചയക്കുറവും അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി കൈകൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ അതൊരു അഴിമതിരഹിതമായ നാടാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഈ വിസിൽ ബ്ലോവേഴ്സിന് വേണ്ടി ഒരു ആപ്പൊക്കെ അദ്ദേഹം തുടങ്ങി. ആ ആപ്പ് തുടങ്ങിയിട്ട് ആപ്പിലൂടെ മായം വിസിൽ എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു. അതിലൂടെ ഈ സമൂഹത്തിലെ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ മറ്റേ ഒരു 4G സിനിമ ഇറങ്ങിയത്. അപ്പൊ അമ്മട്ടിലുള്ള ഒരു സാധനം അതൊക്കെ ഈ കാൽപ്പനികമായി കാണാൻ കൊള്ളും എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമാക്കാൻ ഏറെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാവും കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാനോ ചലനം ഉണ്ടാക്കാനോ ഒന്നും തമിഴ് രാഷ്ട്രീയത്തിൽ കഴിയാതെ പോയത്. കമലഹാസൻ സിനിമയിൽ വിജയിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ കമലഹാസന്റെ പരിചയക്കുറവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ചേരുവയിൽ അദ്ദേഹത്തിന് എന്തായാലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയും. എന്തായാലും കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രകടനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ സിനിമയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം ആണ് കമൽഹാസൻ. പക്ഷേ രാഷ്ട്രീയത്തിൽ അതായിരുന്നില്ല സാഹചര്യം. വളരെ പെട്ടെന്ന് കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്. സിനിമയിൽ കമൽഹാസൻ കൈവയ്ക്കാത്ത മേഖലയില്ല. കഥാപാത്രങ്ങളിലും ആ വൈവിധ്യം പുലർത്താൻ ഉലകനായകൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. തമിഴകത്ത് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ കമൽഹാസൻ ചിത്രങ്ങൾക്ക് അത്രമേൽ സ്വീകാര്യതയും ലഭിച്ചു. രാജ്യമൊട്ടാകെ ആരാധകരുള്ള കമൽഹാസൻ തന്റെ ഫാൻസ് ക്ലബ്ബുകളെ കമൽ നർപ്പണി ഇയക്കം എന്ന പേരിൽ സാമൂഹ്യക്ഷേമ സംഘടനയാക്കി മാറ്റി. വിവിധ പദ്ധതികൾക്കായി 30 കോടിയിലധികം രൂപ സംഭാവന ചെയ്തിട്ടുള്ളതായാണ് കണക്കുകൾ. തടാകം വൃത്തിയാക്കൽ, രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ തുടങ്ങി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ട്. ഇതിനിടെ 2018 ഫെബ്രുവരി 21 മക്കൾ നീതി മയ്യം എന്ന രാഷ്ട്രീയ സംഘടന പ്രഖ്യാപിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകളിൽ പാർട്ടി മത്സരിച്ചു. എന്നാൽ കമൽഹാസൻ ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത മക്കൾ നീതി മയ്യത്തിന് തമിഴ് മക്കൾ നൽകിയില്ല. പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്ന് കമൽഹാസൻ മത്സരിച്ചെങ്കിലും അവിടെയും തോൽവി അറിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരവേ എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞ ഒരു ഡയലോഗ്, അത് ഒരുപക്ഷെ തമിഴ് ജനത മാത്രമല്ല ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആരാധകരും ഏറ്റെടുത്തതാണ്. പക്ഷേ അങ്ങനെ വന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നീട് ആ സ്വീകാര്യത ലഭിച്ചോ? അത് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ദ ഇലക്ഷൻ ചാനൽ ഇനി പോകുന്നത് മറ്റാരിലേക്കുമല്ല, സ്റ്റൈൽ മന്നനിലേക്ക് തന്നെയാണ്. ബസ് കണ്ടക്ടറായിരുന്ന ഒരു വ്യക്തി ഇന്ത്യൻ സിനിമയെ മാത്രമല്ല ലോക സിനിമയെ അടക്കം ഇളക്കിമറിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ അടക്കം തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി ഓടുന്നു രജനീകാന്തിന്റെ ചിത്രങ്ങൾക്ക് എന്നുള്ളതാണ് പ്രത്യേകത. രജനീകാന്തും പരീക്ഷിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ കിരൺ, രജനീകാന്തിന്റെ സിനിമകളെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞാൽ എവിടെയും എത്തും എന്ന് തോന്നുന്നില്ല. കാരണം ആരാധകർ അങ്ങനെയാണ് രജനിയെ നെഞ്ചേറ്റുന്നത്. അത് അവരുടെ സ്വന്തം അണ്ണനാണ്, അവരിൽ ഒരാളാണ് രജനീകാന്ത്. തമാശയ്ക്കെങ്കിലും നമ്മൾ തിയേറ്ററിൽ, തമിഴ്നാട്ടിലെ തിയേറ്ററിൽ രജനീകാന്തിന് സ്ക്രീനിലേക്ക് കത്തിയെറിഞ്ഞു കൊടുത്ത ആരാധകനുണ്ട്, വില്ലനെ കുത്തിക്കൊല്ലാൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഒരു തമാശയല്ല, യഥാർത്ഥത്തിൽ തമിഴകത്തിന്റെ വികാരം അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള രജനീകാന്താണ് രാഷ്ട്രീയത്തിലും പയറ്റു നോക്കിയത്. അഭിലാഷ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, MGR
ആയിരുന്നു തമിഴ്നാട്ടിൽ ആ തരത്തിലേക്ക് ഈ അന്ധമായ എന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിൽ തന്നെ പറയാം. അങ്ങനെയുള്ള ഇനി എന്തായാലും ഞങ്ങൾ ആരാധകരാണ് നമ്മുടെ ആരാധകരുണ്ടായിരുന്നത്. അങ്ങനെ ആരാധകർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ള ഒരാളെന്ന് പറയുന്നത് രജനീകാന്താണ്. രജനീകാന്തിന്റെ ഏത് നടൻ വന്നാലും രജനീകാന്ത് ഇറങ്ങിയാൽ രജനീകാന്തിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ആരാധകർ മറ്റ് നടന്മാർക്കൊന്നും ഇപ്പോഴുമില്ല. ഈ അവസാന ഈ പ്രായത്തിലെത്തുമ്പോഴും രജനീകാന്തിന് മറ്റൊരു പ്രത്യേകത, രജനീകാന്ത് നമുക്കെല്ലാം അറിയാം, സിനിമയിൽ വളരെ വിഗ്ഗൊക്കെ വെച്ച് സ്റ്റൈല് കാണിച്ച് നടക്കുമ്പോഴും പുറത്ത് ഇറങ്ങിയാൽ ആ വിഗ്ഗെല്ലാം ഊരി വെച്ച് സാധാരണ ഒരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലും ഒക്കെ അദ്ദേഹം യാത്ര ചെയ്യുന്നത് എന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ പോകുന്നത് പോലെ, എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള മനുഷ്യൻ പോകുന്നത് എന്ന് പോലും തോന്നില്ല. അങ്ങനെ പോലും ഇറങ്ങാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സിനിമയിൽ കാണിക്കുന്നതല്ല എന്റെ ജീവിതം, എല്ലാ നടന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ യാഥാർത്ഥ്യം കാണിക്കും. എനിക്ക് അങ്ങനെ വളർന്നു വന്ന ഒരാൾ കൂടിയാണല്ലോ. അങ്ങനെ വളർന്നു വന്ന് പറഞ്ഞ അഭിലാഷ് അങ്ങനെ നോക്കിയാൽ ഈ നടന്മാർ പലരും യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് അവരെല്ലാവരും സ്ക്രീനിൽ എങ്ങനെ കാണുന്ന ആ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സ്വകാര്യ ചടങ്ങിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഇവരാരും സ്വകാര്യ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ പോലും ഇവരാരും പുറത്തുവിടാത്തവരാണ്. അങ്ങനത്തെ ആളുകളൊക്കെയാണ്. പക്ഷെ രജനീകാന്ത് അങ്ങനെയല്ല. രജനീകാന്തിനെ എല്ലാ തരത്തിലും രജനീകാന്തിന് സിനിമയിൽ നിന്ന് മാറിയാൽ അത് സിനിമയാണ്, മാറിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ വലിയ ആരാധകരൊക്കെ ഉള്ളതാണ്. പക്ഷെ രജനീകാന്തിന്റെ ആദ്യം നമ്മൾ വിജയത്തിൽ നിന്ന് പറയണമല്ലോ. രജനീകാന്ത് രാഷ്ട്രീയത്തിൽ നടത്തിയ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ എന്ന് പറയുന്നത് 1996-ലേതാണ്. 1996 രജനീകാന്ത് അന്ന് ജയലളിതയുമായി ഉടക്കി നിൽക്കുന്ന കാലമാണ്. അന്ന് AIDMKക്കെതിരെ DMK കോൺഗ്രസ് സഖ്യം മത്സരിക്കുന്നു. ആ സമയത്ത് ആണ് രജനീകാന്തിന്റെ പ്രശസ്തമായ പ്രഖ്യാപനം വരുന്നത്. ഈ ഒരു കുറി കൂടി തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രിയായാൽ ദൈവത്തിന് പോലും തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ജയലളിതയൊക്കെ അതിനെ മറികടക്കാം എന്നൊക്കെ ജയലളിത അന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ജയലളിതയൊക്കെ ഉദ്ദേശിക്കുന്നതിനും അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് DMK ഉദ്ദേശിച്ചതിലും വലിയൊരു ഇമ്പാക്റ്റിലേക്കാണ് അന്ന് പോയത്. ആ സിനിമയുടെ രജനീകാന്തിന്റെ ഒരു സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന പീക്കിൽ നിൽക്കുന്ന സമയമാണ് എന്നത് കൂടി ആലോചിക്കണം. അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. ജയലളിതയ്ക്കെതിരായിട്ടുള്ള വലിയ നീക്കമായി അത് വന്നു. 96-ൽ അവർ അമ്പയെ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. DMK സർക്കാർ സാധ്യമായി 98-ലെ തെരഞ്ഞെടുപ്പിലും DMKക്ക് ആ മട്ടിൽ അധികാരത്തിലേക്ക് വരാനൊക്കെയുള്ള ഒരു ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനും ഒരു പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും 98-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് രജനീകാന്തിന്റെ വാക്കുകളെ ഈ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുകയും അത് ഒരു വിധി നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നു എന്നുള്ള സൂചനകൾ പല ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പല സിനിമകൾ വരുമ്പോഴും ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള സൂചനയാണ്. ഈ അഴിമതിക്കെതിരെയുള്ള മുന്നേറ്റങ്ങളൊക്കെ വരുമ്പോഴും അദ്ദേഹം തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് അധികാരികളെ വെല്ലുവിളിക്കുന്ന സിനിമകളൊക്കെ വരുമ്പോഴും അതിലെ പഞ്ച് ഡയലോഗുകളൊക്കെ വരുമ്പോഴും എല്ലാം അങ്ങനെ ആരാധകർ കണ്ടു, അങ്ങനെ വിലയിരുത്തലുകൾ ഉണ്ടായി. അന്നൊന്നും രജനി ഇറങ്ങുമെന്നോ ഇറങ്ങില്ല എന്നൊന്നും രജനി പറഞ്ഞില്ല. ഈ രജനി മക്കൾ മന്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്ന മട്ടിലേക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ സീറ്റിലും മത്സരിക്കും എന്നുള്ള പ്രചരണവും സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ആ പാർട്ടിയും അവരുടെ നേതാക്കളും ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനാടകീയമായിക്കൊണ്ട് രജനീകാന്ത് അവസാനം 2021-ൽ പ്രഖ്യാപിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്കില്ല. ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജനിയുടെ പാർട്ടി ഉണ്ടാവും എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അവസാന നിമിഷം വരെയും പ്രതീക്ഷിച്ചിരുന്നത്. രജനീകാന്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണോ എന്നൊക്കെ പറയുന്നു. പക്ഷേ രജനീകാന്ത് പിന്നീട് നടത്തിയ ഒരു പ്രഖ്യാപനം രജനിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രഖ്യാപനം ഇത് ആത്മീയതയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അവിടെയാണ് രജനീകാന്തിന് എനിക്ക് തോന്നുന്നു ഒരു തമിഴ് രാഷ്ട്രീയത്തിൽ രജനീകാന്തിന് തെറ്റിപ്പോയത്. രജനീകാന്ത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഒക്കെ അദ്ദേഹം ഒരു ആത്മീയതയുടെ പാതയിലേക്ക് പൂർണ്ണമായും പോവുകയും ഓരോ സിനിമ കഴിഞ്ഞാലും ഹിമാലയത്തിൽ ഒരു സന്യാസിയുടെ അടുത്ത് സന്യാസിന് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. 2004-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPക്ക് ഞാൻ വോട്ട് ചെയ്യും, പക്ഷേ ഞാനൊരു മുന്നണിയുടെയും ഭാഗമല്ല, ഇക്കുറി ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അതുവരെ കണ്ട തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കമലഹാസൻ പോലും ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല രൂപീകരിച്ചെങ്കിലും അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി, അവരുടെ ആശയധാര എന്ന് പറയുന്നത് തമിഴന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മറുപക്ഷത്ത് നിൽക്കുമ്പോഴും കടുത്ത ആചാരങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ വിശ്വസിക്കുകയും ജാതീയതയിലൊക്കെ ജീവിതത്തിൽ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും തമിഴന്റെ ഉള്ളിലുള്ള ജാതീയ വിരുദ്ധ ബോധം
തമിഴിന്റെ ഉള്ളിലുള്ള ബ്രാഹ്മണ്യത്തിനും ആര്യ ദ്രാവിഡ സംഘർഷത്തിൽ ദ്രാവിഡനും അനുകൂലമായ ഒരു ബോധം, ആ ഒരു ബോധത്തിൽ അപ്പുറമുള്ള ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതിന് തമിഴ്നാട്ടിൽ എവിടെയും ഒരു കാര്യമായ മാറ്റം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. സിനിമയിൽ സൂപ്പർ മെഗാ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പുറത്ത് കരുണാനിധിയെ പോലെ ഒരാൾ ഉള്ളപ്പോൾ അതിൽ ചില അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ കരുണാനിധിക്ക് കഴിഞ്ഞതോടുകൂടിയാണ് അന്ന് ആ വിജയം സാധ്യമായത്. പക്ഷെ സ്വന്തം നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കാനോ ഒരു ചലനം ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് അത് തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ അത് പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും BJP നേതൃത്വമടക്കം പലപ്പോഴായി സ്വന്തം ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും BJP ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ഐക്കൺ എന്ന നിലയിലേക്ക് രജനീകാന്തിനെ ഉയർത്തി കാണിച്ചാൽ അത് തമിഴകത്തെ കീഴടക്കാൻ പറ്റുന്ന ഒന്നായി മാറിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായി മനസ്സ് തുറക്കാൻ ഈ സ്റ്റൈൽ മന്നൻ തയ്യാറായിട്ടില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്. അതിനകത്ത് ഒരു ചെറിയൊരു വിഷയം അഭിലാഷ് പറഞ്ഞാൽ കൂടെ സൂചിപ്പിക്കേണ്ടത്, അതിൽ ഈ BJP ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനിടയിലാണ് ഈ രജനീകാന്ത് അവിടുത്തെ സ്റ്റെർലൈറ്റ് ഫാക്ടറിക്കിടയായിട്ടുള്ള സമരം നടത്തിയ തൂത്തുക്കുടിയിലെ വെടിവെപ്പൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഈ വെടിവെപ്പിന്റെ സമയത്ത് രജനീകാന്ത് വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് ആദ്യം പോലീസിനെ ആക്രമിച്ചത് ജനങ്ങളാണ്, ഇങ്ങനത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ കഴിയില്ല, അത് വെടിവെപ്പ് അനിവാര്യമായിരുന്നു എന്ന് അവരെ ന്യായീകരിച്ച ഒരു പ്രസ്താവന ഇറക്കി. അവസാനം രജനിയുടെ ആരാധകർ തന്നെ മക്കൾ അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പ് തന്നെ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ ഇങ്ങനെ സാധാരണ തൊഴിലാളിക്ക് വേണ്ടി അവകാശം ഉന്നയിക്കുകയും ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ആൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി വന്നത്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അവിടെ മുതലാണ് രജനീകാന്ത് അങ്ങനെ പരസ്യമായി അങ്ങനെ ഒരു വിരുദ്ധ നിലപാടിലേക്ക്, തമിഴിന്റെ ഒരു പൊതുവികാരത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് നിന്ന് ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ ഇപ്പുറത്തും വരുന്നില്ല, എവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയത് എന്ന് തോന്നുന്നു. റൈറ്റ്. എന്തായാലും രജനീകാന്തിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയ സ്റ്റോറിയിലേക്ക്. തമിഴകത്തിന്റെ സ്വന്തം തലൈവർ, 70കൾ മുതൽ തമിഴ് സിനിമയിലെ സൂപ്പർ താരം. അഭ്രപാളികളിൽ അണ്ണൻ നിറഞ്ഞാടുമ്പോൾ തമിഴ് ജനത ആവേശഭരിതരാകും. അന്നും ഇന്നും സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ അതുകൊണ്ട് തന്നെ രജനീകാന്തിന്റെ രാഷ്ട്രീയവും ഏറെ ചർച്ചയായിരുന്നു. 1995 രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് സൂചനകളുണ്ടായിരുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം, തമിഴ് മണ്ണില കോൺഗ്രസ് സഖ്യത്തെ രജനീകാന്ത് പൂർണ്ണമായി പിന്തുണച്ചു. സഖ്യത്തിന് വോട്ട് ചെയ്യാൻ തമിഴ്നാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. 1996 1998 പൊതു തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഇതേ സഖ്യത്തെ പിന്തുണച്ചു. 2004 താൻ BJPക്ക് വോട്ട് ചെയ്യുമെന്നും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണ നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2017 ഡിസംബർ 31 രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു. രജനി മക്കൾ മന്ത്രം. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചു. അധികാരത്തിൽ വന്ന് 3 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പാർട്ടി രാജിവെക്കുമെന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. 2021 ജൂലൈ 12 രജനീകാന്ത് രജനി മക്കൾ മന്ത്രം പിരിച്ചുവിട്ടു. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പദ്ധതിയില്ലെന്നും വ്യക്തമാക്കി. മറ്റൊരു തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുടരുമ്പോൾ തമിഴ് ജനതയുടെ സ്വന്തം അണ്ണൻ BJPക്ക് കൈകൊടുക്കുമോ എന്ന അഭ്യൂഹവും ശക്തമാണ്. റൈറ്റ്. അങ്ങനെ സ്റ്റൈൽ മന്നനിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് മലയാളികൾക്ക് കൂടി പ്രിയപ്പെട്ട താരങ്ങളായ, എന്നാൽ അങ്ങനെ ഒരു വലിയ താരപദവിയൊന്നും ഇല്ലാത്ത ചില താരങ്ങൾ കൂടിയുണ്ട്. അവരും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതിൽ ചില പേരുകൾ കൂടിയാണ് വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് R. ശരത് കുമാർ എന്നതാണ്. നിരവധി മലയാള സിനിമകളിൽ അടക്കം കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്നത് ഓർത്തെടുക്കാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ DMK-യിലൂടെ ആണ് കടന്നു വന്നത്, പിന്നീട് AADMK-യുടെ ഭാഗമാകുന്നു. ഒപ്പം പാർട്ടിയിൽ നിന്ന് തള്ളപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം ആയിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ സമത്വ മക്കൾ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. എന്നാൽ കാര്യമായ ചലനമൊന്നും പിന്നീട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കിരൺ, എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ ശരത് കുമാറിനൊക്കെ ശരത് കുമാർ രാഷ്ട്രീയ പാർട്ടിയിൽ വന്നു, രൂപീകരിച്ചു. അതിനപ്പുറത്തേക്ക് ശരത് കുമാറിന് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ അല്ലെങ്കിൽ ഒരു കരുത്തനായിരുന്നത് DMK-യുടെയും കരുത്തനായിരുന്നു DMK-യുടെ കാലത്ത്. ADMK-യിൽ അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹം ADMK-യിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ്
ഈ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചത്. DMK ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടൊക്കെ അദ്ദേഹത്തിന് നിൽക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും സമത്വ മക്കൾ പാർട്ടി, മക്കൾ എന്ന പ്രയോഗമുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു, ദ്രാവിഡം മക്കൾ. എന്തായാലും നമുക്ക് ഇനി പരിചയപ്പെടുത്തേണ്ടത് മറ്റാരെയുമല്ല, ഖുശ്ബു സുന്ദർ എന്ന ഖുശ്ബു ഖാൻ എന്ന് നേരത്തെ ഉണ്ടായിരുന്ന പേര്, അത് പിന്നീട് ഖുശ്ബു സുന്ദർ എന്ന് മാറ്റി. പക്ഷേ ഖുശ്ബു എന്ന പേര് മാത്രം മതി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ. അത് വളരെ വിചിത്രമായ രാഷ്ട്രീയ യാത്ര കൂടിയാണ്. ഏതാണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടത് എല്ലാ മുന്നണിയുടെയും ഭാഗമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഖുശ്ബു DMKയുടെ ഭാഗമായിരുന്നു. കരുണാനിധിയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു സിനിമ നടി കൂടിയായിരുന്നു. തമിഴ്നാട്ടിൽ ഖുശ്ബുവിന് വേണ്ടി അമ്പലമൊക്കെ തമിഴ്നാട്ടുകാർ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയൊക്കെ അധികം ഈ ഒരു വനിത, ഒരു നായിക നായിക എന്ന നിലയിൽ തമിഴ്നാട്ടിൽ ഈ നായകന്മാരെ പോലെ ആരാധകരുണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത് ഖുശ്ബുവാണ്. എന്നുവെച്ചാൽ ആ തരത്തിൽ സിനിമ ഒരുപാട് നായികമാർക്ക് അങ്ങനെ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ താരാരാധനയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന, ഒരു ക്ഷേത്രമൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ആൾ ഖുശ്ബു ആയിരുന്നു. DMKയുമായി ഏറെക്കാലം ബന്ധമുണ്ടായിരുന്നു. കരുണാനിധിയുമായി ഉള്ള അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഖുശ്ബു തെറ്റുന്നു. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് പാർട്ടി മാറി കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ വക്താവായിട്ടൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്ത് നിന്നു. അങ്ങനെ കോൺഗ്രസ് വലിയ ആവേശപൂർവ്വം സ്വീകരിച്ചാണ് ഖുശ്ബുവിനെ. പക്ഷേ ഖുശ്ബു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് BJPയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഖുശ്ബുവിനും അങ്ങനെ ഒരു നടി എന്ന നിലയ്ക്ക് ഒരു കാലത്ത് തമിഴ് സിനിമയുടെ അഭിവാജ്യ ഘടകമൊക്കെ ആയിരുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് ഈ പാർട്ടികളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പാർട്ടികളിലൊക്കെ പ്രധാന സ്ഥാനം ലഭിച്ചു എന്നതിനപ്പുറത്തേക്കും ഖുശ്ബുവിനും അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഒന്നും ഉണ്ടാക്കാനോ ചലനം ഉണ്ടാക്കാനോ ഒന്നും കാര്യമായി കഴിഞ്ഞു. മറ്റൊരു പേര്, അത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമാണ്. പക്ഷെ ആ പേര് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കുമരേശൻ ദുരൈസ്വാമി എന്നതാണ് ആ രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ സിനിമാ താരത്തിന്റെ പേര്. പക്ഷേ ആ പേര് മലയാളികൾ പരിചിതമാകുന്നത് നെപ്പോളിയൻ എന്ന പേരിലൂടെയാണ്. നെപ്പോളിയനെ പറയേണ്ടതില്ല. ഒരുപക്ഷെ മലയാളിക്ക് ഇത്രയും കരുത്തനായ ഒരു വില്ലൻ കഥാപാത്രം ആ കാലഘട്ടത്തിൽ സമ്മാനിച്ച മറ്റൊരു ആളല്ല, മറ്റൊരു താരം ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും DMKയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ ആൾ ആണ്. പക്ഷേ DMKയിലെ തന്നെ പടലപ്പിണക്കങ്ങളെ തുടർന്ന് അഴഗിരിയുടെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു, BJPയിലേക്ക് എത്തുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. 2009 കേന്ദ്ര മന്ത്രിയായിരുന്ന ആളാണ്. അഴഗിരിയുടെ ഒരു സ്വന്തക്കാരൻ ആയിരുന്നു അദ്ദേഹം. അഴഗിരിയുടെ നോമിനിയും ഒക്കെ ആയിട്ട് ആ തരത്തിലേക്കാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ തന്നെ എത്തുന്നത്. പക്ഷെ പിന്നീട് അഴഗിരിക്ക് പാർട്ടിയിലുള്ള സ്ഥാനമൊക്കെ, അഴഗിരിയും സ്റ്റാലിനും തമ്മിൽ അധികാര തർക്കമൊക്കെ ഉണ്ടാവുകയും സ്റ്റാലിന്റെ പൂർണ്ണമായും മധുര കേന്ദ്രീകരിച്ച് അഴഗിരിക്കായിരുന്നു വലിയ ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അഴഗിരിയുടെ നിക്കലിൽ അപ്പോൾ സ്റ്റാലിനാണ് കരുണാനിധിയുടെ പിൻഗാമിയായി വന്നത്. അങ്ങനത്തെ കരുണാനിധി കൃത്യമായി പ്രഖ്യാപനം നടത്തി അങ്ങനെ മരണത്തിന് മുമ്പ് ഒന്നും വെച്ചില്ലെങ്കിലും അവസാന സമയത്ത് അദ്ദേഹം സ്റ്റാലിനൊപ്പം തന്നെയായിരുന്നു. നിലപാടുകൾ സ്വീകരിച്ച് അഴഗിരി അപ്രസക്തനായി പോവുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് നെപ്പോളിയനെതിരെ DMKയിൽ നടപടിയൊക്കെ ഉണ്ടായിട്ടാണ് നെപ്പോളിയൻ പുറത്തു പോകേണ്ടിയും ഒക്കെ വന്നത്. എന്തായാലും അദ്ദേഹത്തിനും ആ കാലത്ത് നിന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ഒരു വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും ഇവരൊക്കെ ഓരോ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ്, മറ്റൊരു പാർട്ടി രൂപീകരിച്ച് കരുത്ത് കാണിച്ചവരല്ല. ഇനി എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഇപ്പോഴും യുവാക്കൾ ഉൾപ്പെടെ മലയാളികൾക്ക് വലിയ സ്വീകാര്യതയുള്ള അടുത്ത താരത്തെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഇളയ ദളപതിയെക്കുറിച്ച് തന്നെയാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന, ഇപ്പോഴും ആ സംശയം ബാക്കി നിർത്തുന്ന താരം. അതുതന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും മൂല്യം ഏറിയ താരം എന്ന് പറയുന്നത് വിജയ് ആണ്. ഇളയ ദളപതി എന്നുള്ളത് മാറി ഇപ്പോൾ അവസാന സിനിമകളിലൊക്കെ ദളപതി വിജയ് തന്നെയായി മാറി. ദളപതി തന്നെയാണ് ഇപ്പോൾ ആ സിനിമയിൽ ആ തരത്തിലേക്ക് മാറി. അല്ലെങ്കിൽ രജനീകാന്തിന്റെ അനിയൻ എന്നുള്ള ഇളയ ദളപതി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി തലപതി തന്നെയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. വിജയെ സംബന്ധിച്ച് വിജയ് പലപ്പോഴും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുകയും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു വലിയ അഭ്യൂഹമായി എല്ലാ കാലത്തും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമ ലിയോ ഇറങ്ങിയപ്പോൾ പോലും ലിയോയിലെ ഗാനത്തിന് പറയുന്നത് ഞാൻ വരവാ, ഞാൻ ഇറങ്ങി വരവാ എന്നാണ് പറയുന്നത്. അത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്, വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയായിട്ടാണ് ആരാധകർ വ്യാഖ്യാനിക്കുന്നത്. വിജയ് അവിടെയൊന്നും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹത്തോട് പത്രലേഖകർ ചോദിക്കുന്നുണ്ട്, 2025 ഇനി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, 2025 എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 26 നടക്കേണ്ടത്, 2025 ലോകകപ്പ് നടക്കും എന്ന് പറയുമ്പോൾ വീണ്ടും പത്രലേഖകർ ആവർത്തിച്ച് ചോദിക്കുന്നത് അതല്ല വിഷയം, തമിഴ്നാട്ടിൽ 2026 എന്ത് നടക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, കപ്പ് മുഖ്യം, ബിഗ്
ബിഗിലെ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് അദ്ദേഹം മാറ്റി മുഖ്യം ബിഗിലെ എന്നുള്ളത് കപ്പ് മുഖ്യം ബിഗിലെ എന്നുള്ള ഡയലോഗ് അദ്ദേഹം ഇടുന്നു. അത് കൃത്യമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള എന്റെ 26-ൽ അല്ല അത്തരം ചില പ്രവൃത്തികൾ ഉണ്ടാകുന്നുമുണ്ടല്ലോ. അദ്ദേഹം തന്റെ പേര് വിജയ് എന്ന് ജോസഫ് വിജയ് എന്നാണ് എന്നൊരു ഘട്ടത്തിൽ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ വരുന്നു. ചില സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അവിടെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. ഈ അദ്ദേഹത്തിന് രജനീകാന്തിന് കഴിയാൻ തരുന്ന ഒരു കാര്യം വിജയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. വിജയ് മെഴ്സലിനെടുക്കുമ്പോൾ അത് GSTക്കെതിരെയുള്ള ആരോപണം, ആക്ഷേപം അതിൽ വെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡൊക്കെ ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിരുദ്ധ ചേരിയിലാണ് താനെന്ന് പറയുന്നു. അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രവേശനം മുന്നോടിയാണെന്ന് തോന്നിപ്പിക്കാൻ മട്ടിൽ ഒരു വലിയ ഒരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് വെക്കുന്നു. അവിടുത്തെ ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നേരിട്ട് വിജയ് തന്നെ മണിക്കൂറുകൾ നിന്ന് സമ്മാനം നൽകുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അവർക്ക് യാത്രാ ചെലവും ഭക്ഷണവും എല്ലാം നൽകിയാണ് കുട്ടികളെ എത്തിക്കുകയും അവർക്ക് മെറിറ്റ് അവാർഡ്, പണമടക്കമുള്ള മെറിറ്റ് അവാർഡ് നൽകിയത്. അന്ന് അദ്ദേഹം അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്, നിങ്ങൾ അംബേദ്കറെ പഠിക്കണം, നിങ്ങൾ പെരിയാറെ പഠിക്കണം, നിങ്ങൾ കാമരാജിനെ പഠിക്കണം, ഇതൊക്കെയാണ് തമിഴ്നാടിന്റെ ചരിത്രം, ഇത് പഠിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പോയ പ്രധാനപ്പെട്ട പേരുകൾ MGRന്റേതും കരുണാനിധിയുടേതും ജയലളിതയുടേതും ഒക്കെയാണ്. ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നത്, കൃത്യമായി ആരൊക്കെയാണോ അധികാര രാഷ്ട്രീയത്തിൽ അഴിമതിയിൽ മുങ്ങാതെ നിന്നുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചത്, ആ പേരുകൾ, അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചത്, അതുകൊണ്ടാണ് അംബേദ്കറുടെ പേരും പെരിയാറുടെ പേരും കാമരാജിന്റെ പേരും മാത്രം അദ്ദേഹം കൃത്യമായി പറയുകയും ആ രാഷ്ട്രീയമാണ് തൻ്റേതെന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും വിജയ് സിനിമയുടെ ക്ലൈമാക്സ് പോലെ സസ്പെൻസായി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം സിനിമയിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. എന്തായാലും സമയം അവസാനിക്കുകയാണ്. തമിഴ്നാട്ടിൽ പലപ്പോഴും രാഷ്ട്രീയവും സിനിമയും ഒന്നായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറും എന്ന സിനിമകൾ തകർന്ന് തരിപ്പണമാകുന്നത് പോലെ ചില താരങ്ങൾക്കും അവരുടെ പ്രസ്ഥാനങ്ങൾക്കും വലിയ തകർച്ചയും നേരിട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊന്നുമല്ല പ്രധാനം. അവിടെ കപ്പ് മുഖ്യം ബിഗിലെ. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.